ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇന്ന് പോകുന്നത് ആബ്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കായലൊക്കെ പൊരിഞ്ഞ വെയിലത്ത് മട്ടാണെന്ന് പറയാൻ ആൾക്കാർ എന്നാലും വേണ്ടില്ല. പക്ഷേ നമുക്ക് ഇന്ന് ആബ്രയിലുള്ള വ്യൂ കാണാം. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു വ്യൂ ഈ വെയിൽ ടൈമിൽ പോകുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അങ്ങനെ ഗുബൈബ സൈഡിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആബ്ര കയറാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അതിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് പറഞ്ഞാൽ 1 ദിറംസ് ആണ് കേട്ടോ. 1 ദിറംസ് നമുക്ക് ആബ്രയിൽ കയറാം, ഈ കായലൂടെ ഒരു യാത്ര ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കാരണം പറഞ്ഞാൽ ഇത് നല്ലൊരു ഫീലാണ്. ഈവനിങ് ടൈമിൽ പറഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണെന്ന് പറയാം കേട്ടോ. കാരണം ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നതും അതുപോലെ തന്നെ കാഴ്ചകൾ കാണുന്നതും കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ആയിട്ട് പുറത്ത് വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വ്യൂവും കൂടിയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മൾ പോണ സമയം എന്ന് പറയുന്നത് 4 o'clock 4:30 ആയിട്ടുണ്ട്. ഈ സമയത്തും നല്ല വെയിലുണ്ട് കേട്ടോ. കാരണം മുഖത്തൊക്കെ അടിച്ചിട്ട് നല്ല ടേണും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് കണ്ടൻറ്റ് കിട്ടണം എന്ന് വിചാരിച്ച് അങ്ങനതായത് കൊണ്ട് അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കായലിൻ്റെ നടുവിലൂടെയുള്ള ഈ യാത്രയ്ക്ക് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, പാകിസ്ഥാനി, പല രാജ്യങ്ങളിലുണ്ട്. എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഒരു കായലിൻ്റെ നടുക്ക് യാത്ര ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ കായലിലൂടെ നടന്നു ട്രാവൽ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് റീച്ച് ചെയ്തിട്ടോ. എത്തിയത് ബനിയാസ് സൈഡിലേക്കാണ്. അത് കഴിഞ്ഞ് ഗോൾഡ് സൂക്ക് ഏരിയയിൽ ഒന്ന് പോകണം, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ കുറച്ച് വീഡിയോസ് എടുക്കുക എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ വെയിൽ കാരണം എല്ലാ പ്ലാനും ഫ്ലോപ്പായി എന്ന് പറയില്ല. കാരണം വെയിലാണെങ്കിലും നമ്മൾ വീഡിയോസ് എടുത്തു, ഫോട്ടോഷൂട്ട് നടത്തി, അങ്ങനെ ഒരുപാട് ചെയ്തു. എന്താ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈവനിങ് ആകുമ്പോൾ വേറൊരു വൈബും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പറവകളായിട്ടുള്ള കാഴ്ചകൾ, ഫോട്ടോഷൂട്ട്, ഫുഡൊക്കെ ഇടുമ്പോൾ സമയത്ത് ആ പറവകൾ വരിക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരിക. നെക്സ്റ്റ് വീഡിയോയിനായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.